പ്രൈസ് ദി ലോർഡ്. യേശു അമ്മയായ മറിയയെ സ്ത്രീയെ എന്ന് വിളിച്ചത് തെറ്റല്ലേ, ബഹുമാനിച്ചില്ലല്ലോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അത് വായിച്ചു തുടങ്ങാം. യേശു ദൈവമാണ്. യേശുവിൻ്റെ ഇഹലോകത്തിലെ മനുഷ്യ ശരീരം ഉളവാകുവാൻ ദൈവം ഉപയോഗപ്പെടുത്തിയ ഒരു മനുഷ്യ സ്ത്രീ മാത്രമാണ് മറിയ. മറിയ ഒരിക്കലും യേശുവിന് തുല്യമല്ല. മറിയയെ ഭാഗ്യവതി എന്നാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. മറിയ തന്നെത്താൻ കർത്താവിൻ്റെ ദാസി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദാസി എന്നല്ല, സൃഷ്ടി എന്നാണ് ശരിയായ തർജ്ജമ. ലൂക്കോസ് 1:45 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് വായിക്കാം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിൽ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ കാഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. ഇതാണ് ആ വചനം. ഇതിൽ ദാസി എന്നുള്ള വാക്കല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, ഹാൻഡ് മെയ്ഡൻ എന്ന് പറയുന്നത്. ഫോർ ഹി ഹാഡ് റിഗാർഡഡ് ദ ലോ എസ്റ്റേറ്റ് ഓഫ് ഹിസ് മാൻ മെയ്ഡൻ. For behold, from henceforth all generations shall call me blessed എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹാൻഡ് മെയ്ഡൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നാണ് അർത്ഥം. എൻ്റെ തൃക്കൈ കൊണ്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇന്ന് തിരിച്ച് പോകാം. ജ്ഞാനികൾ നക്ഷത്രത്താൽ നയിക്കപ്പെട്ട് യേശുവിനെ കാണാൻ വന്നപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായ പൈതലായ യേശുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. മറിയയെ ആരാധിക്കുന്നതായിട്ട് അവിടെ പറയുന്നില്ല. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കാം. മത്തായി 2:11. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരക്കവും മൂറും കാഴ്ചവെച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത്, യേശുക്രിസ്തുവിൻ്റെ അമ്മ പരിശുദ്ധയാണ് എന്നാണ് ചില ക്രിസ്തീയ മതങ്ങളുടെ വിശ്വാസം. ഇതിന് കാരണമായി പറയുന്നത്, പരിശുദ്ധനായ യേശുവിൻ്റെ അമ്മയാകണമെങ്കിൽ അമ്മയും പരിശുദ്ധയായിരിക്കണം എന്നുള്ള ഒരു വാദമാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധയായ അമ്മയുടെ അമ്മയും പരിശുദ്ധമായിരിക്കണമല്ലോ. അങ്ങനെ ആദിമാതാവായ ഹവ്വ വരെയുള്ള പിൻതലമുറകളിലെ എല്ലാ മാതാക്കളും പരിശുദ്ധകളായിരിക്കണം. അതായത് ഹവ്വ പരിശുദ്ധമാണെന്നർത്ഥം. ഹവ്വ പാപിയായി തീർന്നവളാണ് എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഈ ക്രിസ്തീയ സഭകളുടെ വാദഗതി ശരിയല്ല എന്ന് മനസ്സിലാക്കും. പിന്നെ യേശുവിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. യേശുവിന് ഏത് സാധാരണ മനുഷ്യനെയും പോലുള്ള ശരീരവും ശാരീരിക അവസ്ഥകളുമാണ് ഉണ്ടായിരുന്നത്. യെശയ്യാ 53:2 പറയുന്നത്. അത് നോക്കാം. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി വരുന്നു. മനുഷ്യപുത്രൻ എന്നാണ് അവിടുന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. മനുഷ്യപുത്രനായിരുന്നെങ്കിലും യേശുവിനാവ് ദൈവത്തിൻ്റെ ഭാഗമായ പരിശുദ്ധാത്മാവായിരുന്നതിനാൽ ദൈവമായിരുന്നു. വീഡിയോ 116 കാണാം. അതിനാൽ ഭൂലോകത്തുള്ള ഏത് മനുഷ്യനെയും അമ്മയായ മറിയ അടക്കം സ്വന്തം സൃഷ്ടിയായാണ് കാണുന്നത്. അതുകൊണ്ട് മറിയയെ സ്ത്രീയെ എന്ന് വിളിച്ചത് ന്യായം തന്നെയാണ്. സ്വന്തം ശിഷ്യന്മാരെ കുഞ്ഞുങ്ങളെ എന്നാണ് യേശു വിളിച്ചത്. യോഹന്നാൻ 21:5 എന്ന് വായിക്കാം. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു മരിച്ചതിന് ശേഷം ശിഷ്യന്മാരെല്ലാം പഴയ കടലിൽ വലയിടുന്ന പരിപാടിക്ക് പോയി. അതിനുശേഷം യേശുക്രിസ്തു കടൽക്കരയിൽ വന്നു നിന്നിട്ട് അവരെ കണ്ടപ്പോൾ ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്നത്. കുഞ്ഞുങ്ങളെ എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തെടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെശയ്യാ 7:15 തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും എന്ന് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഈ വചനപ്രകാരം യേശു മറിയ മുലപ്പാൽ ഒരിക്കലും കുടിച്ചിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത്. കന്യകയായിരുന്നതിനാൽ പ്രസവത്തിന് ശേഷം മുലപ്പാൽ ഉണ്ടാവുകയില്ല എന്നതാണ് ഇതിന് കാരണമായി ഇവർ പറയുന്നത്. ഇത് തീർത്തും തെറ്റായ ഒരു വസ്തുതയാണ്. പ്രസവിച്ചാൽ ഏത് സ്ത്രീക്കും മുലപ്പാൽ ഉണ്ടാവും. ടെസ്റ്റ് ട്യൂബ് ശിശു ആയാൽ പോലും മാതാവിന് മുലപ്പാൽ ഉണ്ടാവും. മറിയയ്ക്ക് മുലപ്പാൽ ഉണ്ടായിരുന്നില്ല എന്ന് കരുതിയാൽ തന്നെ തൈരും തേനും യേശുവിന് ലഭിക്കണമെങ്കിൽ മറിയയുടെയോ യോസഫിൻ്റെയോ സഹായം ആവശ്യമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത് യുക്തിസഹമാണ്. ഇക്കാരണത്താൽ എമ്മ എന്നുള്ള വിളിക്ക്
ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇതുകൊണ്ടല്ല യേശു മറിയയെ അമ്മ എന്ന് വിളിക്കാതിരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.